നമസ്കാരം. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോ എന്ന സിനിമ ഇന്ന് വിജയകരമായിട്ട് 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മെയ് 31 മൾട്ടിപ്പിൾസ് മാളുകളിൽ ടെർബോ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ 99 രൂപയ്ക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ 9ാം ദിവസം മികച്ചൊരു ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ടെർബോയുടെ 8 ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 40 കോടിക്ക് താഴെ മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രമാണ് ടെർബോ. ഇന്നലെ മാത്രം, അതായത് ചിത്രത്തിന്റെ 8ാം ദിവസം മാത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 37,000 പരം ടിക്കറ്റുകളാണ്. ഇപ്പോഴിതാ ടെർബോ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം സ്വന്തമാക്കിയത് 6,15,00,000 രൂപയും, 2ാം ദിവസം അത് 3,70,00,000 രൂപയും, 3ാം ദിവസം അത് 3,85,00,000 രൂപയും, 4ാം ദിവസം അത് 4,25,00,000 രൂപയും, 5ാം ദിവസം അത് 2,45,00,000 രൂപയും, 6ാം ദിവസം അത് 2 കോടി രൂപയും, 7ാം ദിവസം അത് 1,70,00,000 രൂപയും, 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച പോലും ചിത്രത്തിന് 1,50,00,000 രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 8 ദിവസങ്ങൾ കൊണ്ട് 25,61,00,000 രൂപയാണ് ടെർബോ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് വീക്കിലൂടെ തന്നെ ടെർബോ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 32 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വീക്കെൻഡിലൂടെ തന്നെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 70 കോടി ക്ലബിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മഴയത്ത് പോലും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് നിലനിർത്താൻ സാധിക്കുന്നത് ചിത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ്. കനത്ത ഡീഗ്രേഡിങ്ങിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ടെർബോ വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ടെർബോ എന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.